ആരാധനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആശ്രയിക്കുന്ന നല്ല പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടി ഞങ്ങൾക്ക് ഒന്നിച്ചേ കടന്നു വന്ന് നിന്നെ ആരാധിപ്പാൻ നീ തരുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു പെന്തക്കോസ് ഞായറാഴ്ച കൂടെ ആരാധിപ്പാൻ നീ തരുന്ന കൃപക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, വ്യത്യസ്ത സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാൻ വേണ്ട കൃപകളെ തരണമേ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുക്കണമേ, ശക്തീകരിക്കണമേ. അർത്ഥവത്തായിട്ടുള്ള കൂട്ടായ്മയിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാട്ടുപാടി ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വ്യത്യസ്ത സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് പെന്തക്കോസ് ഞായറാഴ്ചയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മോദം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് തുറന്നും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചന ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് ഏറ്റവും വിനയമായി പറയാം. തുറന്നു വരുന്ന ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ തെറ്റി ചിഹ്നിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെറുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. ഞങ്ങൾ അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോടകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ വിശുദ്ധ നാമത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോട് നീതിയോട് സുബോധം നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. 95-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഉപയോഗിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദേവമല്ലോ, അവൻ സകലദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 104-ാം സങ്കീർത്തനം.
24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. ലെറ്റ്സ് ഓൾ ജോയിൻ ഇൻ Psalms 104 verses starting from 24 to 35 responsively. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാഥാൻ ഉണ്ട്. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഈ ആരാധനയിലേക്കുള്ള പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടത്തുമാറാക്കി. അവ താഴ്വരയുടെ പരിപ്പിൽ അത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുവിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ശേഷം ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും.
നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് സഖരിയാവിൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. സഖരിയാവിൻ്റെ പാട്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ പയക്കുന്ന എവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിലയിൽ നിൽക്കുന്നവർ പ്രകാശിച്ചു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധനയിലേക്ക് എടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. The gospel for this service is taken from the Gospel of John, chapter 16, verses starting from 1 to 11. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായികൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. അടുത്ത പാട്ട് പാടിയതിനു ശേഷം വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ലാവണ്യ
പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രതിസന്ധികളുടെ മധ്യത്തിലും ഒരു പെന്തക്കോസ് ഞായറാഴ്ച കൂടെ കൊണ്ടാടുവാൻ ദൈവം തരുന്ന കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതോടൊപ്പം തന്നെ പല കാരണങ്ങളാൽ ഇന്ന് ഈ ആരാധനയിൽ അല്ലെ കൂട്ടായ്മയിൽ പല കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കുവാൻ സാധിക്കാവുന്ന പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഒരു കഥ ഇപ്രകാരം വായിക്കുവാനായിട്ടിടയായി. ഒരു വീട്ടിൽ ഒരു പിതാവും മാതാവും ഒരു മകനും ജീവിക്കുന്നു. മകൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിതാവും ജോലി ചെയ്യുന്നു. മാതാവ് ഒരു ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ ഹോം മേക്കറാണ്. രാവിലെ മകനും ഭർത്താവും ജോലിക്ക് പോയി. വൈകുന്നേരമായപ്പോൾ രണ്ടുപേരും തിരിച്ചു വന്നു. തിരിച്ചു വന്ന സമയത്ത് ഗൃഹനാഥയായിട്ടുള്ള മാതാവ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ നിങ്ങൾക്ക് കാപ്പിയും കഴിക്കാനും എടുത്തു വെക്കാം എന്ന് പറഞ്ഞു. യു ബോത്ത് ഗോ ഹാവ് യുവർ ബോഡി വാഷ്. ബൈ ദ ടൈം ഐ വിൽ ഗെറ്റ് യു കോഫി ആൻഡ് സംതിങ് ടു ഈറ്റ്. അവർ കുളിച്ചതിന് ശേഷം അല്ലെ ബോഡി വാഷ് ചെയ്തതിന് ശേഷം തിരികെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് വന്നതായിട്ടുള്ള ക്ഷീണം മാറി കുറച്ചുകൂടെ അല്ലെങ്കിൽ നല്ല ഉത്സാഹമുള്ളവരായി കാണപ്പെടുവാനായിട്ട് ഇടയായി. പെന്തക്കോസ് ഞായറാഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവേ വരിക, ഞങ്ങളെ നവീകരിക്കുക എന്നുള്ളതാണ്. കം ഹോളി സ്പിരിറ്റ് റിന്യൂ അസ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു കൗൺസിലറാണ്. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനം നൽകുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ
മൂന്നാമത്തെ സ്വഭാവമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും പല സ്ഥലങ്ങളിൽ ആയിരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു പോയതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഭൂമിയിൽ നമ്മളോടൊപ്പമായിരിക്കാനായിട്ട് ലഭിച്ചത് എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. നാം വായിച്ചു കേട്ടതായിട്ടുള്ള സുവിശേഷ വേദഭാഗവുമായി ബന്ധപ്പെടുത്തി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിക്കുവാനായിട്ട് പോകുന്നത്, ഹൗ ക്യാൻ ദ ഹോളി സ്പിരിറ്റ് റിന്യൂ അസ് എന്നതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കേണ്ടത് ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ക്ലെൻസിങ് ഏജൻറ്റ്. പരിശുദ്ധാത്മാവ് ഒരു ശുദ്ധീകരിക്കുന്ന ഉപകരണമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ദ ഹോളി സ്പിരിറ്റ് ഈസ് എൻ ഏജൻറ്റ് ഓഫ് ക്ലെൻസിങ്. ശുദ്ധീകരിക്കുവാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. നാം വേദപുസ്തകത്തിൽ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പൂർവികർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പല അടയാളങ്ങളിലൂടെ കാണുവാനായിട്ട് ഇടയായി. അതിൽ ഒരു അടയാളം അഗ്നിയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അഗ്നിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുവാനായിട്ടുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. ഹോളി സ്പിരിറ്റ് ഹാസ് ദി എഫക്റ്റ് ഓഫ് ക്ലെൻസിങ്. പരിശുദ്ധാത്മാവിന് നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ടുള്ള ഒരു അനുഭവം അല്ലെ ഒരു കഴിവുണ്ട് എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പഴയ നിയമ വേദഭാഗത്തിൽ നാം നോക്കുമ്പോൾ അടിമത്തത്തിൽ കിടന്നതായിട്ടുള്ള ഇസ്രായേൽ ജനത ചെങ്കടലിലൂടെ കടക്കുമ്പോൾ അവിടെ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ നടക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അവിടെ ചെങ്കടലിലൂടെ കടക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിത്വത്തിന് അവരെല്ലാവരും ഉടമകളായി തീരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസുമായിട്ട് ദൈവം ഇടപെടുമ്പോൾ അവിടെ പൗലോസും ഒരു പുതിയ വ്യക്തിയായി മാറുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മളും ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമകളായി തീരുവാനായിട്ട് സാധിക്കും എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. ഇച്ചിയുടെ ഹയർ ലെവലിൽ പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗിവ്സ് us the effect of baptism. ബപ്തിസ്മയുടെ ഒരു അനുഭവം. ബപ്തിസ്മ എന്ന് നമ്മൾ പറയുമ്പോൾ ആയിരുന്നതായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് ഒരു പുതിയതായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഭൗതികമായിട്ടുണ്ടായിരുന്നവരുടെ കളഞ്ഞതിന് ശേഷം ആത്മീകമായിട്ടുള്ള ഒരു പുതിയ വ്യക്തിത്വത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെയും ശുദ്ധീകരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരനുഭവമാണ് നമുക്കുണ്ടാകുന്നത് എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. എന്നെ കേൾക്കുന്നതായിട്ടുള്ള എൻ്റെ സഹവിശ്വാസികളെ, പെന്തക്കോസ് ഞായറാഴ്ചയിലൂടെ ഇന്ന് നാം കടന്നു പോകുമ്പോൾ, പെന്തക്കോസ് ഞായറാഴ്ചയായി നാം ഇന്ന് ആചരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ആസ് എ കാറ്റലിസ്റ്റ്. നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് ഉള്ള ഒരു ഉപകരണമായി പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഇസ് എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ഒരു അടയാളമാണല്ലേ, ഉപകരണമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. നാം വായിച്ചു കേട്ടതായിട്ടുള്ള സുവിശേഷ വേദഭാഗത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു അവിടെ
അവസാനത്തെ അത്താഴത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ശിഷ്യന്മാർ അനുഭവിക്കുവാനായിട്ട് പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലനൊഴിച്ച് ബാക്കി എല്ലാ ശിഷ്യന്മാരും, യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി 11 ശിഷ്യന്മാരും അവിടെ കൊല്ലപ്പെട്ടു എന്ന് വേദപുസ്തകത്തിലൂടെ കാണുവാനും ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ അവർ നേരിടുവാനായിട്ട് പോകുന്നതായിട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിലൂടെ അവർ ശക്തി പ്രാപിച്ച് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ടുള്ള ഒരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നു എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. ഇവിടെ പരിശുദ്ധാത്മാവ് അവരെ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് അവരെ ശക്തീകരിക്കുന്നു എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഇൻഫാക്റ്റ് ബപ്തിസ്മ തന്നെ ഒരു ശക്തിയാർജിക്കലാണ്. നമ്മളെ ഈ ലോകത്തിലാക്കി വെക്കുമ്പോൾ നമുക്ക് ശക്തിയാർജിക്കുവാനായിട്ടുള്ളൊരു മുഖാന്തരമായി ബപ്തിസ്മ തീരുമ്പോൾ പരിശുദ്ധാത്മാവ് ആ എഫക്റ്റ് നമുക്ക് നൽകുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ശക്തിയാർജിച്ച് ലഭിച്ചിരിക്കുന്നതായുള്ള ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ അനുഭവിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകുവാനായിട്ട് ദൈവത്തിന് ഇടയാകുന്നത് എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഈ പ്രതിസന്ധി നിറഞ്ഞതായിട്ടുള്ള ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പരിശുദ്ധാത്മാവ് നൽകുന്നതായിട്ടുള്ള ആ ശക്തി നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ കാലങ്ങളിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നാം ആദ്യം കേട്ടതായിട്ടുള്ള കഥയിലേക്ക് നമുക്ക് തിരികെ വരാം. വെള്ളം ശുദ്ധീകരിക്കുന്നതായി പോലെ, വെള്ളം ശക്തി നൽകുന്നത് പോലെ പരിശുദ്ധാത്മാവും ഈ നാളുകളിൽ ആത്മീകമായിട്ടുള്ള നമ്മുടെ ഗോളത്തിൽ നമുക്ക് ശുദ്ധീകരിക്കുവാനും ശക്തി നൽകുവാനായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞതായിട്ടുള്ള ഒരു ഭാവി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താകും എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ പോകുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായിട്ടുള്ള ആ ശുദ്ധീകരണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായിട്ടുള്ള ആ ശക്തിയും ആർജിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ഫലമേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകലബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മളുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ പ്രഖ്യാപിക്കുവാനായിട്ട് അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. ദി അപ്പോസ്റ്റൽസ് ക്രീഡ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന് കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചത് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാർ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരസാധനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാട് ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും നിൽക്കുള്ളല്ലോ. ആമേൻ. പെന്തക്കോസ്തുകാർക്കുള്ള പ്രത്യേക അപേക്ഷ. പരിശുദ്ധാത്മാവി വരിക, ഞങ്ങളെ നവീകരിക്കുക. പരിശുദ്ധാത്മദാതാവും പുതുക്കത്തിനവരോടുമായി കൃപാലുവായ ദൈവമേ, പെന്തക്കോസ്ത് നാളിൽ പ്രകടമായ അടയാളങ്ങളായ അഗ്നിനാവുകളിലൂടെയും കൊടുങ്കാട്ട് ശബ്ദത്തിലൂടെയും ജീവദാതാവായ പരിശുദ്ധാത്മനാഗമനത്തിൻ്റെ ദർശനം ഞങ്ങളുടെ പൂർവ്വന്മാർക്കുന്നതിനാൽ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരിശുദ്ധാത്മശക്തിയാൽ നിരന്തരം പുതുക്കുവാനും നിന്നോടുള്ള പ്രാർത്ഥനയോടി പെന്തക്കോസ്തിൻ്റെ ശക്തി സംഭരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിമോചനത്തിൻ്റെ സന്ദേശം എപ്പോഴും പ്രഖ്യാപിക്കുവാനും ഭയം കൂടാതെ സ്നേഹത്തോടും ആർദ്രതയോടും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മനോടുകൂടി ഏകതയുമായി കാലാവസാനം ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വിടുതലായ അപേക്ഷ. സമാധാനത്തിൻ്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നതുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിൻ്റെ സംരക്ഷണം ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിൻ്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിൻ്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിൻ്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ചയും ഓൺലൈൻ ആരാധന രാവിലെ 8:30 നടത്തപ്പെടുന്നതാണ്. ദൈവാലയത്തിൽ ആരാധന എന്ന് ആരംഭിക്കുവാൻ അനുവാദം ലഭിക്കുമോ അന്ന് വരെയും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:30 ഓൺലൈൻ ആരാധനയായിരിക്കുമെന്ന് ഏവരെയും അറിയിക്കുന്നു. മുൻ നിശ്ചയിച്ച പരിപാടികളോ മരണം തുടങ്ങിയ സന്ദർഭങ്ങളിലെ ശുശ്രൂഷകളോ പങ്കെടുക്കുമ്പോൾ നിലവിൽ 20 പേർക്ക് മാത്രമാണ് അനുവാദമുള്ളത്. വിവാഹം, ബപ്തിസ്മ തുടങ്ങിയ ശുശ്രൂഷകൾക്കും ഇത് മാത്രമാണ് അനുവാദമുള്ളത്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുവാനായിട്ടും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ ഇവൻറ്റ് രജിസ്ട്രേഷൻ നടത്തുവാനായിട്ടും ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ തയ്യാറാകണമെന്ന് അറിയിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ അനുവാദത്തിലായ രജിസ്ട്രേഷൻ ഇടപെട്ടക്കാരൻ നടത്തുന്നതാണ്. ഈ ക്രമീകരണങ്ങളെല്ലാവരും പങ്കെടുക്കുവാനായിട്ടും സഹകരിക്കുവാനായിട്ടും ഓർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഏരിയ പ്രാർത്ഥന വീണ്ടും ഗൂഗിൾ മീറ്റിലൂടെ ആരംഭിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച മണകാട് വടബാദൂർ ഭാഗത്തുള്ള പ്രാർത്ഥന ആരംഭിച്ചു. ഈ ഞായറാഴ്ച ഇന്ന് 23-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് മലങ്കര ഏരിയ ഭാഗത്തുള്ള പ്രാർത്ഥന 4 മണിക്ക് നടത്തപ്പെടുകയാണ്. ഗൂഗിൾ മീറ്റിൽ നടത്തുന്ന ഈ പ്രാർത്ഥനയിൽ മലങ്കര ഏരിയകളെല്ലാ ആളുകളും പങ്കെടുക്കുവാനായിട്ട് അറിയിക്കുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് വിനോദ് പി ജോയി ആണെന്നും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വൈകിട്ട് 3:45 മുതൽ ഇതിൽ ജോയിൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കൃത്യം 4 മണിക്ക് തന്നെ നമുക്ക് പ്രാർത്ഥന ആരംഭിക്കുവാൻ സാധിക്കും. എല്ലാവരും പങ്കുചേർന്ന് ഗൂഗിൾ മീറ്റിലൂടെ പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനാ ഭാഗങ്ങൾ ക്രമീകരിക്കാനായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെയും സാങ്കേതികമായി സഹായിക്കാനായിട്ട് കഴിവുള്ള ആളുകളെയും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മേവരെയും ഈ ലോക്ക്ഡൗൺ കാലയളവിൽ കാത്തുപരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കഥയിലും കാവലും അനുഭവപ്പാനായി
ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ വിവാഹ വാർഷികം ആചരിച്ച പേരുകളിലെ വായിക്കട്ടെ. 17-5 മുതൽ 23-5 വരെ. പാരീഷ് ഡയറക്ടറി ഉൾപ്പെട്ടുള്ള പേരുകളാണ് ഇപ്പോൾ നാം വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പല ടെലിഫോൺ നമ്പർ ഇവിടെ തന്നത് വിളിക്കുമ്പോൾ ലഭിക്കുന്നില്ല എന്ന് അറിയിക്കുന്നു. ടെലിഫോൺ നമ്പറിലെ വ്യത്യാസങ്ങൾ ദയവായിട്ട് ഇടപെട്ടക്കാരനെയോ ഓഫീസിലോ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും. ജിമോൻ പോത്തൻ കൈതത്തറ, ലിയ മേഴ്സി സുനിൽ സൂസൻ വില്ല ചേനശ്ശേരിൽ, ആഷ വർഗീസ് കൊച്ചുപറമ്പിൽ, ജിഷ സാറമ്മ മാത്യു വെട്ടിക്കാട്ട്, ലിസി ജേക്കബ് മാമുണ്ടയിൽ, ജീൻ മേരി സഖറിയ എടത്തുപടിക്കൽ, സുസാനെ സുദീപ് ആൻഡ് ജോയനെ സുദീപ് പ്ലാപ്പറമ്പിൽ, നിതിൻ പി ജെയിംസ് പടിവാദിക്കൽ, മേരി ജോസഫ് നടുവിലെ പറമ്പിൽ, ബാബു സി മാത്യു പാറങ്ങോട്ട്, ചിന്നമ്മ സാം തോട്ടുകടവിൽ സ്രാമ്പിക്കൽ, ശാന്തി വിന്നി സ്രാമ്പിക്കൽ തോട്ടുകടവിൽ, കുഞ്ഞനാമ വർഗീസ് കണ്ണങ്കര, ഷേർലി ജിഷോ വാടമറ്റം, അമൽ തോമസ് കൊപ്രായിൽ, സൂസമ്മ മാത്യു പള്ളിവാതുക്കൽ, രാജയ്യ ജോൺസൺ തുണ്ടിയിൽ മറ്റം, ചിന്നമ്മ ജോർജ് വാഴമറ്റം, ഹാഷ്ലി ജോർജ് പ്ലാപ്പറമ്പിൽ, അബിഗെയിൽ തോമസ് കോട്ടവാതുക്കൽ, എലിസബത്ത് മുഖർജി നിർമ്മൽ കോട്ടേജ്, ജെറയ മാത്യു കുര്യൻ ആലുമൂട്ടിൽ, സനൽ കുരുള വർഗീസ് മുതുതോട്ടത്തിൽ, ടിനി മറിയ സുശീൽ കണിയാങ്കുളം, സൂസൻ ജെയിംസ് പ്ലാംപറമ്പിൽ, റോണി പോൾ ജോസഫ് കുന്നത്ത്, സാറാമ കുരുവിള കണിയാങ്കുളം, ഗറിക് സി ഏലിയാസ് തടത്തിൽ, അനിജ ആനന്ദ് ജോസഫ് തോമ്പിൽ, മറിയാമ്മ ജോൺ ആലുമൂട്ടിൽ, സൂസൻ ജോൺ ഇല്ലിപ്പറമ്പിൽ, സാജൻ ചെറിയാൻ പാലയ്ക്കൽ, ബീന ജെയിംസ് പടിവാതിക്കൽ ആൻഡ് അക്കാമ വർഗീസ് ചീരമറ്റം. വിവാഹ വാർഷികം ആചരിച്ചവർ ജോബ് വർഗീസ് ആൻഡ് ജൂലി ജോബ് ചേരിക്കൽ പുതുപ്പറമ്പിൽ, ജയ ജോസ് ആൻഡ് ജയ ജോസ് തുണ്ടിയിൽ മറ്റം, എബ്രഹാം ജേക്കബ് ആൻഡ് ഗ്രേസി എബ്രഹാം ഉള്ളാപ്പള്ളിൽ, ജോർജ് വർഗീസ് പി ആൻഡ് ശോശമ്മ ജോർജ് പ്ലാപ്പറമ്പിൽ, സജി പി മാത്യു ആൻഡ് റീനി മാത്യു പീടികയിൽ, മാത്യു സക്കറിയ ആൻഡ് മിനി മാത്യു പള്ളിവാതുക്കൽ, ജോൺസൺ മാത്യു ആൻഡ് മറിയമ്മ മാത്യു ആലുമൂട്ടിൽ, എബ്രഹാം ടി മാണി ആൻഡ് ഉഷ ഓവി തോപ്പിൽ, കോശി ബി ജി ആൻഡ് റൈച്ചൽ കോശി മോഡയിൽ, ജോസഫ് ജേക്കബ് ഡേവിഡ് ആൻഡ് അന്നാമ ജേക്കബ് പുതുപ്പറമ്പിൽ, തോമസ് സിസി ആൻഡ് മിനി തോമസ് ചുങ്കത്തിൽ, ബാബു ചെറിയാൻ ആൻഡ് ശാന്തമ്മ ചെറിയാൻ കൈതത്തറ, കെ സി ജോസഫ് ആൻഡ് മേസി ജോസഫ് കുടിയാലിക്കുടിയിൽ, അനിമോൾ ജെറിൻ ആൻഡ് ജെറിൻ ജേക്കബ് വേങ്ങശ്ശേരിൽ, മജൂസി തോമസ് ആൻഡ് ഷൈനി മജു ചിറയിൽ, പി എസ് ജോസ് ആൻഡ് ജോഷനി ജോസഫ് പനക്കൽ പതാലിൽ, മാണി മാത്യു ആൻഡ് മേരി മാണി വെട്ടിക്കുന്നേൽ, മനോജ് മാത്യു ആൻഡ് എലിസബത്ത് മനോജ് മണ്ണാകുന്നേൽ, സുശീൽ തോമസ് മാർക്കസ് ആൻഡ് സിന്ധു തോമസ് വടശ്ശേരിൽ, ടോണി ജേക്കബ് മാത്യു ആൻഡ് നിഷ മാത്യു ചിലമ്പത്ത്, ബോണി ജേക്കബ് കുര്യൻ ആൻഡ് ജയ അന്ന കുര്യൻ ചിലമ്പത്ത് ലാൻസ്ഡൗൺ, സാബു ചെറിയാൻ ആൻഡ് മെറിൻ സാബു പാലക്കൽ, കെ ജെ ജോൺ ആൻഡ് ഏലിയമ്മ ജോൺ കൊട്ടാരത്തിൽ. Kuru
പിറന്നാൾ ആചരിച്ചവരെയും വിവാഹ വാർഷികം ആചരിച്ചവരെ ഓർത്ത് നമുക്ക് സഭയായി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വഗസ്വനായ പിതാവേ, അവിടുത്തെ നന്മയാലും കണിയാൽ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ദൈവസ്നേഹത്തിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു വർഷക്കാലം കൂടി ആയുസ്സിൻ്റെ ദാനം കൊടുത്ത് പിറന്നാൾ ആചരിച്ചതായ എല്ലാ പ്രിയമക്കളെയും ഓർത്ത് സ്തോത്രം. കർത്താവേ, കർത്താവിൻ്റെ കൃപയുടെ കരങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ നിന്റെ മക്കളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, തിരുകൃപയിൽ മക്കളെ പൊതിഞ്ഞു പരിപാലിപ്പാൻ തിരുമനസ്സാകണമേ. പ്രതിസന്ധിയുടേതായ ഈ കാലഘട്ടത്തിൽ ഒരു വർഷക്കാലം എൻ്റെ മക്കളെ കാത്തു പരിപാലിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവേ, ഇതുപോലെ കുടുംബജീവിതത്തിൽ ഒരു വർഷക്കാലം കാത്തു പരിപാലിച്ച എല്ലാ പ്രിയമക്കളെയും ഓർത്ത് സ്തോത്രം. കർത്താവേ, ഓരോ വർഷവും ദൈവത്തിൻ്റെ വലിയ നന്മകളായ മക്കളെ നിറപ്പാൻ തിന്റെ മനസ്സാകുന്നുവല്ലോ. ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തി എൻ്റെ കതിലും കാവലും പങ്കിടുവാനായി എൻ്റെ പ്രിയമക്കളെ ഒരുക്കണമേ, സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കൃപയായ മക്കളെ പരിപാലിപ്പാൻ തിരുമനസ്സായിരിക്കാൻ സ്തോത്രം. തത്തോളം സഹായിച്ച ദൈവം ഇതുവരെ നേരത്തെ കർത്താവിൽ ആശ്രയിപ്പാൻ കർത്താവിൻ്റെ മക്കളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നല്ലോ. അവിടുത്തെ നന്മകളാൽ നിറയപ്പെടുവാൻ സഹായിക്കണം. ദൈവിക നന്മയും അനുഗ്രഹവും പ്രാപിപ്പാൻ മക്കളെ ഇടയാക്കണം. യേശു മശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Mali
പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസ്ഥലെ തലകളെ വണക്കാം. ദൈവത്തിൻ്റെ കൃപയാലും കരുതലാലും വീണ്ടും ഒരു ഞായറാഴ്ച, വിശേഷിച്ച് പെന്തക്കോസ്ത് ഞായറാഴ്ച, നാം ഒരുമിച്ച് കൂടുവാൻ ഇപ്രകാരം ഓൺലൈൻ ആരാധന കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായി ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. ലോക്ക്ഡൗൺ ഇന്ന് അവസാനിക്കുന്ന പ്രതീക്ഷിക്കുന്നു. മുൻപോട്ടുള്ള സാഹചര്യം നമുക്കറിയുന്നില്ല. കോവിഡ് രോഗബാധിതരായി കഴിയുന്നതായ ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കാം, നമ്മുടെ സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കാം, നാം പാർക്കുന്ന ജില്ലയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഈ നാളുകൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഈ ആരാധന പകരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി മഴക്കെടുതിയിലെ ഭാരവും പ്രയാസവും ദുരിതമനുഭവിച്ച അനേകരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. അതുപോലെ ഈ ദിനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോൾ വളരെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും കരുതുവാനും നാം ബാധ്യസ്ഥരാണല്ലോ. നമ്മുടെ സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കാം. പുതിയ ഒരു മന്ത്രിസഭ അധികാരത്തിലേക്ക് വരുവാനായി ഇടയായി. തുടർന്നുള്ള നാളുകളിൽ ദൈവിക ആലോചന പ്രകാരം ജനങ്ങളെ നയിപ്പാൻ ഈ നേതൃത്വത്തെ ദൈവം സഹായത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സുരക്ഷിതരായി കാത്തു പരിപാലിക്കുമ്പോൾ നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെട്ടവരായി ഭവനങ്ങളായിരിക്കുന്നു, ഹോസ്പിറ്റലിലായിരിക്കുന്നു. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിൽ തൊഴിൽരഹിതരായി കഴിയുന്ന ആളുകൾ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനും അതുമാത്രമല്ല സഹായിപ്പാൻ നാം കടപ്പെട്ടവരാണല്ലോ. ദൈവം നമുക്ക് നൽകിയ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും അംശം ഈ നാളുകളിൽ ഇപ്രകാരം സഹായത്തിന് നൽകുവാനായി സന്മനസ് കാണിച്ചിട്ട് എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സംഘടനകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ചർച്ച് കമ്മിറ്റിക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാഡവി ഓർത്ത് പ്രാർത്ഥിക്കാം. ബിഷപ്പിനെ കുടുംബമായും പട്ടത്ത സമൂഹത്തെയും ശുശ്രൂഷ സമൂഹത്തെയും സിസ്റ്റേഴ്സിനെയും നമ്മുടെ മഹാഡയിലെ എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. 12 വൈദിക ജില്ലകളിലായി കഴിയുന്നതായ നമ്മുടെ സാധാരണക്കായ എല്ലാ സഭാജനങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വൈദിക ജില്ലയിലും പ്രവർത്തിക്കുന്ന പട്ടത്ത സമൂഹത്തിനായി ശുശ്രൂഷ സമൂഹത്തിനായിട്ടും പ്രാർത്ഥിക്കാം. അവിടെയുള്ള സ്ഥാപനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അടൂർ വൈദിക ജില്ലയിലെ എല്ലാ ഇടവുകളെയും സഭകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരായ പട്ടക്കാരെയും ഉപദേശിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയുള്ള സ്ഥാപനങ്ങളെയും എൻ്റെ ചുമതല വഹിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇലന്തൂർ വൈദിക ജില്ലയിലെ എല്ലാ ഇടവുകളെയും സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്ഥാപനങ്ങളെയും സ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്നവരെയും ഓർക്കാം. ശുശ്രൂഷകരായ പട്ടക്കാരെയും ഉപദേശിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഏറ്റുമാനൂർ വൈദിക ജില്ലയിലെ എല്ലാ ശുശ്രൂഷകരെയും ഉപദേശിമാരെയും പട്ടക്കാരെയും എല്ലാ ഇടവുകളെയും ഉപസഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്ഥാപനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കോടുകുളഞ്ഞി വൈദിക ജില്ലയിലെ സഭകളെയും ഇടവുകളെയും ശുശ്രൂഷകരായ പട്ടക്കാരെയും ഉപദേശിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്ഥാപനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കോട്ടയം വൈദിക ജില്ലയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവുകളെയും ഉപസഭകളെയും സ്ഥാപനങ്ങളെയും ശുശ്രൂഷകരായ പട്ടക്കാരെയും ഉപദേശിമാരെയും സ്ഥാപനങ്ങൾ പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കുമ്പളാമ്പേ വൈദിക ജില്ലയിലെ എല്ലാ ഇടവുകളെയും ഉപസഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ വൈദിക ജില്ലയിലെയും സ്ഥാപനങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. മാവേലിക്കര വൈദിക ജില്ലയ്ക്കായി പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരായ പട്ടക്കാരെയും ഉപദേശിമാരെയും സ്ഥാപനങ്ങളെയും ഇവിടെ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മല്ലപ്പള്ളി വൈദിക ജില്ലയ്ക്കായി പ്രാർത്ഥിക്കാം.
സ്ഥാപനങ്ങളെയും ഇടവകളെയും ഉപസഭകളെയും ശുശ്രൂഷകരെയും ഉപദേശിമാരെയും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. മുണ്ടക്കൈ വേദിയിലേക്കായി പ്രാർത്ഥിക്കാം. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും ഉപദേശിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്ഥാപനങ്ങളെയും ശുശ്രൂഷിക്കുന്ന ആളുകളെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. പുന്നവേലി വൈദിക ജില്ലയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവകളെയും ഉപസഭകളെയും ശുശ്രൂഷകളെയും ഓർക്കാം. സ്ഥാപനങ്ങളെയും പ്രവർത്തിക്കുന്നതിനെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. പള്ളം വൈദിക ജില്ലയിലെ എല്ലാ ഇടവകളെയും ഉപസഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സ്ഥാപനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പ്രവർത്തിക്കുന്ന പട്ടത്ത സമൂഹത്തിനായിട്ട് ശുശ്രൂഷ സമൂഹത്തിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തിരുവല്ല വൈദിക ജില്ലയിലെ എല്ലാ ഇടവകളെയും ഉപസഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലായി ദൈവത്തിൻ്റെ കൃപയാൽ ശുശ്രൂഷിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് സഹായിക്കുന്നു. പട്ടത്ത സമൂഹത്തിനായിട്ടും ശുശ്രൂഷ സമൂഹത്തിനായിട്ടും സ്ഥാപന പ്രവർത്തി എല്ലാവർക്കുമായി പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാടവയുടെയും ഇടവയുടെയും മിഷൻ പ്രവർത്തനങ്ങളെയും മിഷണന്മാരായി കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കേരളത്തിലെ 6 മഹാടവകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൗത്ത് കേരള മഹായിടവക, കൊല്ലം കൊട്ടാരക്കര മഹായിടവ, മധ്യ കേരള മഹായിടവ, ഈസ്റ്റ് കേരള മഹായിടവക, കൊച്ചി മഹായിടവക, നോർത്ത് മലബാർ മഹായിടവ, ഈ മഹായിടവകളെയും അതിൻ്റെ കീഴിലുള്ളതായ സഭാജനങ്ങളെയും ശുശ്രൂഷ സമൂഹത്തെയും ഉപദേശിമാരെയും മേൽപ്പെട്ടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. തമിഴ്നാട്ടിലെ നമ്മുടെ എല്ലാ CSI മഹായിടവകളെയും ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കന്യാകുമാരി മഹായിടവക, തിരുച്ചിറപ്പള്ളി തഞ്ചാവൂർ മഹായിടവക, തിരുനെൽവേലി മഹായിടവക, തൂത്തുക്കുടി നാസറേത്ത് മഹായിടവക, മധുര രാമനാട് മഹായിടവ, വെല്ലൂർ മഹായിടവ, കോയമ്പത്തൂർ മഹായിടവ, മദ്രാസ് മഹായിടവ, ഈ തിരുനെൽവേലി മഹായിടവ, ഈ മഹായിടവകളെല്ലാ സഭാജനങ്ങളെയും വിശ്വാസ സമൂഹത്തെയും ശുശ്രൂഷകരായ പട്ടക്കാരെയും ഉപദേശിമാരെയും മേൽപ്പെട്ടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർണാടകയിലെ നമ്മുടെ സഭാജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൗത്ത് കർണാടക മഹായിടവക, സെൻട്രൽ കർണാടക മഹായിടവക, നോർത്ത് കർണാടക മഹായിടവക, ഈ 3 മഹായിടവയിലെ വിശ്വാസ സമൂഹത്തെയും പട്ടത്ത സമൂഹത്തെയും ശുശ്രൂഷ സമൂഹത്തെയും മേൽപ്പെട്ടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആൻട്രായിലും തെലുങ്കാനയുമുള്ള നമ്മുടെ എല്ലാ മഹായിടവകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മേഡക് മഹായിടവക, നന്ദ്യാൽ മഹായിടവക, റായലസീമ മഹായിടവക, ഡോണക്കൽ മഹായിടവക, കൃഷ്ണ ഗോദാവരി മഹായിടവക, മഹായിടവകളെല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുതൽ തൻ്റെ മക്കളെ ഫലമേൽപ്പിക്കാം. എല്ലാ വിശ്വാസ സമൂഹത്തെയും ശുശ്രൂഷകരായ പട്ടക്കാരെയും ഉപദേശിമാരെയും മേൽപ്പെട്ടക്കാരെയും ഓർത്ത് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ജാഫ്ന മഹായിടവയ്ക്കായി പ്രാർത്ഥിക്കാം. അവിടെ പാർക്കുന്ന വിശ്വാസ സമൂഹത്തെയും പട്ടത്ത സമൂഹത്തെയും ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. CSI എന്ന മഹാസഭയുടെ ചുമതല വഹിക്കുന്ന മോഡറേറ്ററെയും ഡെപ്യൂട്ടി മോഡറേറ്ററെയും ജനറൽ സെക്രട്ടറിയെയും ട്രഷററെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിലായി ദൈവത്തിൻ്റെ വലിയ കരുതലും കാവലും പങ്കിടുവാനായി ദൈവം നമ്മെല്ലാവരെയും ഒരുക്കുന്നതിലോ സഹായിക്കുന്നതിലോ മോഡറേറ്റർ ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ധർമ്മജ റസാലം, ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റവറൻഡ് ഡോക്ടർ റൂബേൻ മാർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ഫെർണാണ്ടസ്, ട്രഷറർ ഡോക്ടർ വിമൽ കുമാർ, ഇവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. CSIയിലെ 45 സഭാ സമൂഹത്തെയും നമ്മുടെ സ്ഥാപനങ്ങളെയും ശുശ്രൂഷകളുമെല്ലാം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനായി പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദേശത്ത് പാർത്ത് ദൈവത്തെ സാക്ഷിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടുതലായി അടുക്കുവാനും ദൈവത്തെ നോക്കുവാനുമായി ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. നമ്മെയും
നമ്മുടെ ആവശ്യങ്ങളിലെ ഈ ദിവസം ഫലമേൽപ്പിച്ചുകൊണ്ട് സഭയായി നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നമ്മായിരിക്കുന്ന ഭവനങ്ങളിൽ, ജീവിതസ്ഥാനങ്ങളിൽ ഈ പ്രാർത്ഥന നാം പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കുമാറാകട്ടെ. ശാന്തമായി നമുക്ക് മൗനമായ ചില നിമിഷങ്ങൾ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ടും രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാവരും ഓർത്തുകൊണ്ടും ദൈവസ്ഥ മധ്യസ്ഥ ചെയ്ത് നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം വേദനിക്കുക. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിലുമാറാകട്ടെ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സഗസ്തനായ പിതാവേ, അവിടുത്തെ കൃപയ്ക്കായും കരുണയ്ക്കായും ഞങ്ങൾ യാചിക്കുന്ന നാഥ പിതാവേ, രോഗവ്യാപനം രൂക്ഷമായിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിനവും രോഗികളായി മാറുമ്പോൾ ഭവനങ്ങളിലും ഹോസ്പിറ്റലിലും മറ്റേ സ്ഥലങ്ങളുമായി ചികിത്സയിലായിരിക്കും ഓർത്ത് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, കോവിഡ് വ്യാപന പ്രതിരോധ പ്രവർത്തനപ്രായ എല്ലാ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ആളുകളെ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ നാളുകളിൽ പിതാവേ ലോക്ക്ഡൗണിലൂടെ അനേക സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ പാക്കുന്ന ദേശവും നീങ്ങുമ്പോൾ സുരക്ഷിതമായി പിതാവേ ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിപ്പാൻ ഞങ്ങളെ അനുവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല എങ്കിൽ തന്നെയും ഈ മഹാമാരി എന്ന പിതാവ് ദേശവിടിപ്പാൻ തിരുമനസ്സാന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ ജനം നിങ്കിലേക്ക് തിരിയുവാനായി കർത്താവെ നീ സഹായിക്കണമേ. ഈ നാളുകളായി പിതാവേ സഭയായി ഞങ്ങൾ നടത്തുന്നവർക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധ മധ്യത്തിൽ, പ്രതികൂലത്തിൻ്റെയും പ്രയാസത്തിൻ്റെ മധ്യത്തിൽ അനുകൂലമായ കർത്താവിൻ്റെ കൃപയായി നിറയപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതായ ഞങ്ങളുടെ വിശ്വാസപൂർത്തനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരുമിച്ച് പ്രകാരം പിതാവിനുടെ ഭവനങ്ങൾ ആരാധന ആലയങ്ങളായി മാറുമ്പോൾ ജീവനും ചൈതന്യമുള്ളതായ നിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ സകലം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലായിരിക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വാർദ്ധക്യ സഹജമായ പ്രയാസം മൂലം ഭവനക്കെതിരോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിദൂര രാജ്യങ്ങൾ ജോലിയിലായിരിക്കും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മധ്യത്തെ പിതാവേ, ദൈവത്തിൻ്റെ കൃപയാ ഞങ്ങളെ പരിപാലിപ്പാൻ തിരുമനസ്സാകണമേ. ഈ പ്രതിസന്ധിയിലും ദൈവം മാറാത്ത നേറ്റ് പറയുവാനായി കർത്താവേ ഞങ്ങൾ ഒരുക്കണമേ, സഹായിക്കണമേ. ദൈവം ഞങ്ങളുടെ സങ്കേതം ബലവുമാണല്ലോ, കഷ്ടങ്ങളെ ഏറ്റവും തുണയാണല്ലോ. അവിശ്വാസത്തിൽ ആശ്രയിച്ച പിതാവേ, ഒരു നാളും കൈവിടാത്ത ദൈവത്തിൽ ആശ്രയിപ്പാനായി ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധനയ്ക്കായി സ്തോത്രം. ഇതിൻ്റെ ബില്ല് അധ്വാനിക്കുന്ന എല്ലാവർക്കുമായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സാങ്കേതിക സഹായത്തിന് പിതാവ് പ്രകാരം ആരാധന പങ്കുചേരുമ്പോൾ ദൈവം ഈ പ്രകാരം എങ്ങനെ മുഖത്തപ്പെടുന്ന ഞങ്ങളെ ഒരു അനുവദിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ നന്മയ്ക്കായി സ്തോത്രം. 101 വർഷക്കാലം പിതാവേ ഈ പട്ടണത്തിൽ ദൈവത്തെ സാക്ഷിക്കുന്ന സഭയായി ഞങ്ങൾ മാറുമ്പോൾ ഈ പ്രതിസന്ധിയിലെ പിതാവേ, സമൂഹമത്തിലെ പിതാവ് ഞങ്ങൾ സഹായിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. അനേകർ പിതാവേ ഈ നാളുകളായി ദുരിതവും പ്രയാസവുമായി സമൂഹത്തിൽ ഓർക്കുവാനും കരുതുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. എല്ലാ നല്ലദാനങ്ങളുടെയും ദാതാവായ സ്വഗസ്ത പിതാവ് സകലവും ഫലമേൽപ്പിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശു മിശിഹ മൂലം ഞങ്ങളുടെ യാചന കേൾക്കണമേ. ആമേൻ. പൊതുവുള്ള സ്തോത്രപാത്രമുഖരും വിഷയം പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, ഐകരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സർവനന്മയ്ക്കായിട്ടും ആദ്രകരണയ്ക്കായിട്ടും ഞങ്ങൾക്ക് മഹാവിനെയും മുൻപുറമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്തലെ സകല അനുഗ്രഹത്തിന് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത ദൈവ സ്നേഹത്തിന് വേണ്ടിയും കൃപാവിൾക്ക് വേണ്ടിയും മുദ്രപ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നിങ്ങൾ വായിത്തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്നേ. അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ മാത്രമല്ല ഞങ്ങൾ നടപ്പിലും കൂടി രസതയെ പുസ്തകത്തിനും
നിസ്സകലങ്ങളെയും കുറിച്ചതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകലവുമാനമൂത്തും കാലവസാനം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളിനോട് അപേക്ഷിക്കുന്നു. ഇന്നിൻ്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നവർ കണ്ടറിയുവാനും വിശ്വസമൃദ്ധിമാക്കുകയും ശക്തി ലഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങളാർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടി സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമുമ്പാകെ കൊണ്ടും സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹം കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാതന്ത്ര്യമായും സേവിക്കുകയും നിന്റെ സേവ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷമാണെന്നും കണ്ടെത്തുകയും ചെയ്യണമെന്ന് ഈ ദാനങ്ങളോടുകൂടി ഞങ്ങളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമ്മെയും സകലോകത്തിലുണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യാദിയും എടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വം എന്നേക്കുണ്ടായിരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവശക്തനായ ത്രയേക ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Yeah.
സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വഗസ്ഥനായ പിതാവേ, അവിടുത്തെ കൃപയാലും കരുണയാലും ഈ ആരാധനയിൽ പങ്കെടുപ്പാൻ ഞങ്ങളെ സഹായിച്ചുള്ളൂ. കർത്താവേ, ഈ വെർച്വൽ ആരാധനയിൽ പങ്കെടുത്തവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. പിതാവ് ഒരുമിച്ച് കൂടുവാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിലും ഈ പ്രകാരം ആരാധനയിൽ പങ്കുചേരുന്നവർക്കുമായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആളുകളും പിതാവേ ക്രമമായി ഈ ആരാധനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിവിധ പ്രാർത്ഥനാ ഭാഗങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ജീവിത സ്ഥാനങ്ങളിലും സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ കതിലും കാവലും അനുഭവിപ്പാൻ മക്കളെ സഹായിക്കണം. ഇന്നയോളം പരിഭാഷ ദൈവം തത്തോളം നടത്തിയ കർത്താവ്, ആ കർത്താവിൽ ആശ്രയിപ്പാനായി ആ കർത്താവിനെ സ്തുതിപ്പാൻ മക്കളെ യോഗ്യരാക്കണം. ഇടപെടാതെ നന്മകളാൽ നിറയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ദൈവനഗുപകാരികളെയും നന്മകളെയും ഓർക്കുവാൻ ഈ കൃപയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിച്ച് നിത്യദൂതത്തെ സാക്ഷിപ്പാൻ ഞങ്ങൾ ഒരുക്കണം. വലിയവനായ കൃപയാൽ നിറയപ്പെടുവാൻ നിത്യനായത്തെ സാക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശു മശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവ് നാമത്തിൽ തന്നെ. ആമേൻ.